ജീവിതം ജീവിക്കുക. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ പറ്റിയാണ്. മീനിങ് ഫുൾ ആണോ ലൈഫ്? അല്ലെങ്കിൽ മീനിങ് ഫുൾ ആക്കാനായി നമ്മൾ മാറേണ്ടതുണ്ടോ? നമ്മൾക്ക് മാറാൻ സാധിക്കുമോ? എന്താണ് മാറ്റം? ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കേട്ടോ. കാരണം ഒരു വർഷം ഒന്ന് കഴിഞ്ഞു പോവാണ് നമ്മളിൽ നിന്ന്, അല്ലേ? ആ ഒരു വർഷത്തിൽ നമ്മൾ കുറേ അനുഭവങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അനുഭവങ്ങളിൽ നല്ലതും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും നമ്മൾ വേണ്ടാന്ന് വെച്ചതും നമുക്ക് വേണം എന്ന് ആഗ്രഹിച്ച് കിട്ടാത്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു വയസ്സ് കൂടും. അതുമാത്രമല്ല, നമ്മൾ നേടിയെടുത്ത അനുഭവങ്ങളുടെ എണ്ണവും കൂടും. നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതേപോലെ ലൈഫ് പാറ്റേൺ ഇങ്ങനെ അതേപോലത്തെ ഒരു ലൈഫ് പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണോ? ഡു വി ലൈക്ക് ടു കണ്ടിന്യൂ ദ സെയിം പാറ്റേൺ വി live, ഓർ ഡു വി നീഡ് സം മീനിങ് ഇൻ അവർ ലൈഫ്? ഇങ്ങനെ പോയാൽ മതി, ഒരേപോലെ ഒരേ സൈക്കിൾ ഒരേപോലത്തെ ജീവിതം? എന്താണ് ശരിക്കും നമ്മളുടെ ആഗ്രഹം? നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ക്ലാസ് കഴിയുന്തോറും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് കൂടി വരും. അതുപോലെ എഴുതുന്ന എക്സാമിൻ്റെ നമ്പറും കൂടി വരും. അതുപോലെ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ട് വരും, അല്ലേ? അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ സിറ്റുവേഷൻസും. നമുക്ക് എഴുതപ്പെടേണ്ട എക്സാമിൻ്റെയും അതേപോലെ തന്നെ ചലഞ്ചസിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് നമ്മളൊരു കാലം കഴിഞ്ഞ് മറ്റൊരു കാലത്തിലേക്ക് പോകുമ്പോൾ അതേപോലെ തുടരില്ലേ? നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് വലുപ്പം കൂടുമ്പോൾ നമുക്ക് പറയാം, അയ്യോ ഇത് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് നമ്മുടെ ക്ലാസ്സിലത്തെ വേറെ കുട്ടികളൊക്കെ നന്നായി ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റാൾ അത്ര നന്നായി ചെയ്യുന്നില്ല, അങ്ങനെ നമ്മൾ വിചാരിക്കാറുണ്ട്, അല്ലേ? അതേപോലെയാണ് ചില ലൈഫ് സിറ്റുവേഷൻസ് ഈസി ആയിട്ട് ചില ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് കുറച്ച് അസിസ്റ്റൻസും കുറച്ച് ഹെൽപ്പും ഒക്കെ വേണ്ടി വരും, അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിലും ചില സമയത്ത് പല ആളുകളുടെയും ഹെൽപ്പ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്ത് അതൊന്നും ഹെൽപ്പ് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോഴൊക്കെ ട്രോമാറ്റിക് സിറ്റുവേഷൻസിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാവും നമ്മുടെ മൈൻഡ്. അപ്പം നമ്മൾ മാറിയിട്ടുണ്ടോ? നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടോ? കാരണം നമുക്ക് ആരുമില്ല എന്നുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവും. ചില സമയത്ത് നമുക്ക് എല്ലാവരും ഉണ്ട്, നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ടിന് ചുറ്റും കുറേ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്, ദൈവം തന്നെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച സിറ്റുവേഷൻസും കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നമ്മൾ ശരിക്കും ജീവിതം ജീവിച്ചിട്ടുണ്ടോ? നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് പാരൻസിൻ്റെ അണ്ടറിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിരുന്നു, അല്ലേ? ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം അറിയാണ്ട് ഇരിക്കുമ്പോൾ പാരൻസ് അഡ്വൈസ് ചെയ്യും, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ. പിന്നെ കുറച്ച് മുതിർന്നു, ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ച് പിന്നെ നമ്മളൊരു 11th ആൻഡ് 12th അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ എല്ലാവരും സയൻസ് എടുത്തെന്ന് ഞാനും സയൻസ്, എല്ലാവരും കോമേഴ്സ് എടുത്തു ഞാനും കോമേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത് അപ്പോൾ ഞാനും ഹ്യൂമാനിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഫ്രണ്ട്സ് പോകുന്നത് ആ ഒരു ഗ്രൂപ്പിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. പക്ഷെ അവിടെയും നമ്മുടെ ട്രൂ സെൽഫ് എന്താണ്, നമ്മുടെ മൈൻഡ് എന്താ ആഗ്രഹിക്കുന്നത്, അതറിഞ്ഞ് എടുക്കുന്ന തീരുമാനങ്ങളില്ലേ, അതാണ് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിരിക്കാം. ചിലർ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ ആ സബ്ജക്ട്സ് പഠിച്ച് എടുക്കും, അല്ലേ? ഇനി നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടി, നമ്മൾ വ്യക്തമായ ധാരണയോടുകൂടി ജോലിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മാരേജൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഒരു കുട്ടികളുടെ പാരൻ്റ് ആവാൻ തീരുമാനിക്കുമ്പോൾ നമ്മളൊരു കുട്ടീനെ ഒരു വ്യക്തിനെ നമ്മളൊരു കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാണ്. നമ്മൾ നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ അല്ല നമ്മളുടെ ഒരു കുട്ടി എന്ന് പറയുന്നത്, നമ്മൾ പുതിയൊരു വ്യക്തിനെയാണ് ആക്സെപ്റ്റ് ചെയ്യണം. അത് മീനിങ് ഫുള്ളായി തന്നെയാണോ ആ ഒരു പ്രോസസ്സിലോട്ട്, ആ പാരൻറ്ഹുഡിലോട്ട് നമ്മൾ കടന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ടാവാം, അയാൾക്ക് ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയെ കൂടി അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ കൂടി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് പക്വമാവുമ്പോഴാണ് നമ്മൾ റിയലി പാരൻറ്ഹുഡിലേക്ക് കടക്കേണ്ടത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും മക്കൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ പാരൻറ്ഹുഡിലോട്ട് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ മൈൻഡിനെ പാകപ്പെടുത്തിയിരിക്കണം. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള പാരൻറ്ഹുഡ് ആണോ, മീനിങ് ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു പാർട്ട്ണറോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? വെറുതെ ഒരാളുടെ ഭാര്യയായിരിക്കുക, വെറുതെ ഒരാളുടെ ഭർത്താവായിരിക്കുക, അതാണോ മാരേജ്? അല്ല, അല്ലേ? അയാൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം,
അയാളുടെ ജീവിതത്തിൽ അയാൾക്കും ലക്ഷ്യങ്ങളുണ്ട്, അയാൾക്കും സ്വപ്നങ്ങളുണ്ട്. അതിനെ നർച്ചർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എൻ്റെയും അയാളുടെയും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി പാസ്റ്റിൽ ഓർത്തില്ലെങ്കിൽ പുതിയൊരു വർഷം വരാൻ പോലെ ഓർക്കുക. ഇനി പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കൾക്ക് നമ്മൾ ഫ്രീഡം കൊടുത്തിരുന്നു, അവർക്ക് സെൽഫായി തിങ്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിരുന്നു. ഇല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഞാൻ എൻ്റെ മക്കൾക്ക് ആ ഒരു ഫ്രീഡം, സെൽഫ് തിങ്കിങ്ങിനുള്ള ഫ്രീഡം കൊടുക്കണം. അല്ലെങ്കിൽ അടുത്തൊരു വർഷമെങ്കിലും, അടുത്ത വർഷം തൊട്ടെങ്കിലും ഞാൻ എൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ ഞാൻ എന്താവണം, ഞാൻ മാറണം. അത് പാർട്ട്ണറായാലും പാരൻ്റായാലും കുട്ടികളുടെ ഭാഗത്തു നിന്നായാലും നമ്മൾ മാറാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ മാറ്റം ഏത് ഏജിലും പോസിബിൾ തന്നെയാണ്. അത് റിലേഷൻഷിപ്പ് സ്കേപ്പ് ചെയ്യാനും ഇത്തരം മാറ്റങ്ങൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓരോ റിലേഷൻഷിപ്സും ബ്യൂട്ടിഫുൾ ആകുന്നത് ഓരോരുത്തരിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാകുന്നില്ല, ഞാൻ വെറും ഒരു പാരൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ആ ഒരു പാരൻറ്ഹുഡിനെ കൺസിഡർ ചെയ്ത് ഓക്കെ വരുന്ന വഴി പോട്ടെ, പോണ വഴി പോവുക, അല്ലെങ്കിൽ പോയ വഴി തെളിക്കുക എന്നുള്ള ആ ഒരു പഴഞ്ചൻ മെത്തേഡ് മാറി നമ്മുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കണമെങ്കിൽ നമ്മളും മാറാൻ തയ്യാറാകണം. മക്കളുടെ ഭാഗത്തുനിന്നും അതുപോലെ മാറ്റങ്ങൾ, പാരൻസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെയുള്ള മാറ്റങ്ങൾ പരസ്പര ധാരണയോടുകൂടി ഉണ്ടായാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് മീനിങ് ഫുൾ ആവുള്ളൂ. അതുപോലെ ഭാര്യ ഭർത്തൃബന്ധത്തിലായാലും ഇനി വേറെ ഏത് ഫ്രണ്ട്ഷിപ്പിൻ്റെ മോഡായാലും നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടാവും, ഈ ഗ്യാങ്ങിൻ്റെ കൂടെ കൂടി നമുക്ക് വലിയൊരു ഉപകാരമൊന്നും ഉണ്ടാവില്ല, ബട്ട് വി ആർ സിംപ്ലി മെയിൻറ്റെയിൻ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരു ഗ്യാതറിങ് ഉണ്ടായി, നമ്മൾ ആ ഒരു വീക്കെൻഡിൽ അവരുടെ കൂടെ ഒത്തുകൂടണം, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ബ്രോക്കൺ ആവും. അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അർത്ഥം, നമ്മുടെ മീനിങ് എന്താണ് ലൈഫിൻ്റെ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്യണം അല്ലേ. ഇനി ചിലപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് അത്ര നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഉണ്ടായി എന്ന് വരിക. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ താണ്ടി താണ്ടി പോയിണ്ടാവും അല്ലേ. പലതരം വെല്ലുവിളികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് വി ഹാവ് ഫേസ്ഡ് ഓൾ ദ ചലഞ്ചസ് വാട്ട് വി കെയിം അക്രോസ്. കഴിഞ്ഞ വർഷം ഒന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വലിയ അർത്ഥങ്ങളൊന്നുമില്ല, എല്ലാ വരുന്ന പസിൽസ് നമ്മൾ സോൾവ് ചെയ്ത് കളഞ്ഞ് പോയിട്ടുണ്ട് അല്ലേ. ഇനി ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ ആകാശത്തോട്ട് നോക്കി നിന്നിട്ടുണ്ട്, എൻ്റെ ദൈവമേ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നത് എന്നാലോചിച്ച്. അപ്പോഴും ദർ വാസ് എ റേ ഓഫ് ഹോപ്പ്. അവിടെയും നമുക്ക് ഒരു പ്രകാശത്തിൻ്റെ കിരണം നമ്മളെ തേടി വന്നിരുന്നു. ആ ഒരു നമ്മളെ തേടി വന്നിരുന്ന ആശ്വാസ വാക്കുകൾക്ക് നമ്മൾ നന്ദി പറയുക. പിന്നെ നമ്മളെപ്പോഴും ടെൻഷൻ അടിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കില്ലേ, നമ്മളെ ചുറ്റും പ്രശ്നങ്ങളാണല്ലോ ദൈവമേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നാണ് കേട്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ വൈബ്രേഷനൊക്കെ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളുകളായിട്ട് കൂടുതൽ നമ്മൾ മിങ്കിൾ ചെയ്യാം. പിന്നെ നമ്മൾ കുറേ സംസാരിച്ചിട്ട് നമ്മളുടെ സമയത്തിനോ നമ്മളുടെ വാക്കുകൾക്കോ വാല്യൂ കൊടുക്കാത്തവരുടെ പിന്നാലെ നമ്മൾ പോയി മനസ്സമാധാനം എന്തിനെ കളയുന്നത്. പിന്നെ നമ്മൾക്ക് എന്ത് ട്രോമ ഉണ്ടായാലും വിഷമം ഉണ്ടായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ജീവിതത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സെൽഫ് ഹീൽ. സെൽഫ് ഹീലിംഗ് എന്നൊരു സംഭവമുണ്ട്. നമ്മളത് മിക്കപ്പോഴും അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. നമുക്ക് നമ്മളുടെ തന്നെ സിറ്റുവേഷൻസിനെ മാറ്റിയെടുക്കാൻ പറ്റും. ആ മാജിക് വാൻഡ് നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. എങ്ങനെ നമുക്ക് സ്വയം ഹീൽ ചെയ്യാം? ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു മഹത്തായ വചനം ഓർക്കുകയാണ് കേട്ടോ. നമ്മുടെ ചുറ്റും ഡാർക്ക്നെസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കുക, അവിടെ നമുക്ക് പ്രകാശം കാണാൻ പറ്റും. എനർജൈസ് യുവർ സെൽഫ്. നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു പക്ഷേ കുറച്ചൊന്നും നല്ലതല്ല അനുഭവങ്ങൾ നമുക്ക് തന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയൊരു വർഷം തുടങ്ങാൻ പോവാണ്. ക്രിയേറ്റ് മാജിക് ഇൻ യുവർ സെൽഫ്, എനർജൈസ് യുവർ സെൽഫ്. നല്ലവണ്ണം ബ്രീത്തിങ് എക്സസൈസൊക്കെ നമ്മുടെ യൂട്യൂബിലായാലും ധാരാളം ഗൂഗിൾ ചെയ്താലും കിട്ടും അല്ലേ. ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെ ചെയ്യാൻ പറ്റും, സെൽഫ് ഹീലിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി പഠിക്കുക. എന്നിട്ട് നമ്മൾ സ്വയം രക്ഷപ്പെടാനുള്ള മാർഗം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, മാജിക്. വിഷമിച്ചിരിക്കേണ്ട. സെൽഫ് ഹീലിംഗ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി
നമ്മളുടെ ബോഡിയുടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ടൈമിൻ്റെ വാല്യൂ, നമ്മുടെ റിലേഷൻഷിപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അർത്ഥമറിഞ്ഞ് ജീവിക്കുക. ജീവിതം മീനിങ് ഫുൾ ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.